നല്ല കാര്യങ്ങള് 4 പറഞ്ഞിട്ടേ ഒരു കുറ്റം പറയാവൂ. റിയാലിറ്റി ഷോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനത്തെ തല്ലിപ്പൊളി പാട്ടാണെങ്കിലും ജഡ്ജസ് ആദ്യം പറയുന്ന ഡയലോഗ് എന്തായിരിക്കും ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ലതേ പറയുള്ളൂ. മോനെ, നിന്റെ എനർജി, നിന്റെ വരവ്, നിന്റെ പാട്ടിന്റെ സെലക്ഷൻ, എന്തായിരുന്നു ഗംഭീരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയാ സംഗതി എവിടെ ഇരുന്നടാ, നിനക്ക് ഷഡ്ജമില്ല, നിനക്ക് തൂങ്ങി ചത്തൂടെ എന്നൊക്കെ. അപ്പൊ കുട്ടി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും, കാരണം നല്ലത് കുറെ കിട്ടിയില്ലല്ലോ. നേരെ മറിച്ച് പാട്ട് കഴിഞ്ഞുടനെ തൂങ്ങി ചത്തൂടാ എന്ന് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെയാണ് നമ്മുടെ ഏത് കാര്യത്തിന്റെ ഒരു നല്ലത് ആദ്യം പറയണം, എന്നിട്ടേ മോശം പറയാം. PTA മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അമ്മ കുട്ടിയോട് ആദ്യം പറയണത് എന്തായിരിക്കും പറയും? എടാ, എന്തൊക്കെയാടാ നിന്നെ കുറിച്ച് ആ കണക്ക് ടീച്ചർ പറഞ്ഞു, ഇനി ഞാൻ കേൾക്കാൻ ബാക്കിയൊന്നുമില്ല. ഇങ്ങനെ ആദ്യം തന്നെ കേൾക്കുമ്പോ കുട്ടി ഷട്ടറിടും. പിന്നെ പറയണത് ഒന്നും കാര്യമില്ല. നേരെ മറിച്ച് നിന്നെ കുറിച്ച് ഗംഭീര അഭിപ്രായമാണല്ലോ, ടീച്ചർ പറഞ്ഞു, നീ കൃത്യമായി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു. എല്ലാ ടീച്ചർമാരും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അവന് കഴിവുണ്ട്, പുറത്തെടുക്കാഞ്ഞിട്ടാ. ഞാനൊരു ടീച്ചറാണ്, ഞാനിത് തന്നെ പറയാറ്. മൊത്തത്തിലും നോക്കിയിട്ട് ഇവനെ അതൊക്കെ ഞങ്ങളുടെ ഒരു നമ്പറല്ലേ.